മക്കളെ, നമ്മൾ എല്ലാവരും അങ്ങനെ കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ദാ വരാൻ പോവുകയാണ്. PSCയുടെ പത്രക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രമല്ല, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ തുടങ്ങിയ നിരവധി ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകളാണ് വരാൻ പോകുന്നത്. അങ്ങനെ ആകെ 54ഓളം നോട്ടിഫിക്കേഷൻസ് മക്കളെ വരാൻ പോവുകയാണ്. ഈ മാസം 28-ാം തീയതിയിലുള്ള ഗസറ്റിയിലാണ് ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. കാരണം ഓൾറെഡി ഡിഗ്രി ലെവലിലെ കുറെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ വന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വന്നു, എക്സൈസ് ഇൻസ്പെക്ടർ വന്നു. ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നു. ഇനിയും മറ്റ് നോട്ടിഫിക്കേഷൻസും ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു മാമാങ്കത്തിന്റെ അവസരം തന്നെ ഉണർന്നിരിക്കുന്നു. നമുക്ക് ഈ ഒരു നോട്ടീസ് ഒന്ന് പരിശോധിച്ചാൽ ഇത് 10/11/2025, അതായത് ഇന്നലെ വന്നിട്ടുള്ള നോട്ടീസാണ്. 10/11/2025 PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. ഇതിൽ പറയുന്നത് കണ്ടോ, 2025 നവംബർ 10 ചേർന്ന PSC യോഗ തീരുമാനമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് 54ഓളം പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് വരാൻ പോകുന്നത്. ഇത് ജനറൽ റിക്രൂട്ട്മെന്റ് തലത്തിലെ ഒന്നാമത്തേത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ 1-2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. കാരണം ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് കേരള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. നേരത്തേതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളിലേക്കും, അതായത് എത്ര യൂണിവേഴ്സിറ്റികളിലേക്കാണോ കേരളത്തിൽ PSC വഴി നിയമനം നടത്തുക, അപ്പൊ അതിൽ ചില യൂണിവേഴ്സിറ്റികളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റികളുടെ എണ്ണത്തിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം അവിടെ ഉണ്ടായേക്കാം. അതേപോലെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. നിയമന നിലയിലുള്ള മാറ്റങ്ങളൊക്കെ ഇപ്പൊ നിയമന നിലയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എത്ര നിയമനമാണ് നടന്നിട്ടുള്ളത്, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വരുന്ന വീഡിയോസിൽ ചർച്ച ചെയ്യാം. പക്ഷേ 3 കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, യൂണിവേഴ്സിറ്റികളുടെ എണ്ണത്തിൽ ഒരു മാറ്റം ഉണ്ടാകാം. രണ്ടാമത്തെ, വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളത് മക്കളെ ഈ പറയുന്ന സിലബസുമായി ബന്ധപ്പെട്ടാണ്. പ്രിലിമിനറി പരീക്ഷ ഉണ്ടാകും, അതിൽ മാറ്റം ഉണ്ടാവില്ല. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട ചില സ്പെഷ്യൽ ടോപ്പിക് കൂടി ആ സിലബസിൽ 100 മാർക്കായിട്ട് ചേർത്തിരുന്നു. അപ്പൊ 100 മാർക്കിന്റെ ഒറ്റ പരീക്ഷയാണ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നടന്നിട്ടുള്ളത്. പക്ഷെ ഇത്തവണ അത് 2 പേപ്പറുകളാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിന് സാധ്യതയുണ്ട്. അപ്പൊ 2 പേപ്പറുകളിലായി 100 വെച്ച് 200 മാർക്കിന്റെ പരീക്ഷയായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന്റെ പരീക്ഷ മാറാനുള്ള സാധ്യതയുണ്ട്. അത് രണ്ടാമത്തെ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇത്രയും ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഒന്നിച്ചു വരികയാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ പരീക്ഷകളിലാണ് ഡിഗ്രി പ്രിലിംസിനോടൊപ്പം നടക്കുക, ഇനി ഏതെങ്കിലും പരീക്ഷ മാറ്റി നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്, അതായത് സെപ്പറേറ്റ് ആയിട്ട് നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് ഫെബ്രുവരിയിലെ കലണ്ടർ വരുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും. അതിനോടൊപ്പം തന്നെ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഒരു ആനുവൽ കലണ്ടർ വരുന്നുണ്ട്. അപ്പൊ അതിലും ആ മാറ്റം ഉണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിലവിൽ മക്കളെ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിന്റെ പ്രിലിംസ് ഉണ്ട് എന്നുള്ള ധാരണയിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങി. ഇതിനെല്ലാം പ്രിലിംസ് ഉണ്ടാകും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉറപ്പായിട്ട് പ്രിലിംസ് ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. അപ്പൊ ഈ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് ഞാനൊരു 105 ദിവസത്തെ ഒരു കിട്ടിലൻ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അതിന്റെ PDF, ആ ഒരു സ്റ്റഡി പ്ലാന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിലുമുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റ് തസ്തികയിലുള്ള നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അതിനോടൊപ്പം തന്നെ നോക്കിയേ, പോലീസ് വകുപ്പിൽ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റിൽ പോലീസ് വകുപ്പിൽ തന്നെ കേരള സിവിൽ പോലീസ് ഓഫീസർ, ഈ പറയുന്ന കേരള സിവിൽ പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്, ഇതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിൽ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകളാണ് വരാൻ പോകുന്നത്. ഈ നോട്ടിഫിക്കേഷനുകൾ ഏത് ഗസറ്റിലാണ് ഉണ്ടാവുക, അതാ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ. നോക്കിയേ, അസാധാരണ ഗസറ്റ് തീയതി 28/11/2025, 2025 നവംബർ മാസം 28-ാം തീയതിയിലെ ഗസറ്റിലാണ് ഇത് പ്രസിദ്ധീകരിക്കുക. സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് 31/12/2025 ആണ്. എനിക്കറിയാം, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കാനുള്ള അവസാന തീയതി 19-ാം തീയതിയാണ്. 19-ാം തീയതിയിലൂടെ അത് കഴിയും. അത് കഴിഞ്ഞിട്ട് ഡിസംബർ മാസം 31 കൂടിയിട്ടാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരിക. ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ 2025 ഡിസംബർ 1 PSC ബുള്ളറ്റിൽ ഉണ്ടാകുമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നിലവിലത്തെ
ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുക. 3 പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിലായി? നിങ്ങൾ കുറച്ചുകൂടി കാര്യമായിട്ട് പഠിച്ചു തുടങ്ങിയോ? കാരണം കുറെ അധികം ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന പരീക്ഷകളാണ് ഇപ്പോൾ വന്നിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റും ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ വളരെ കാര്യമായിട്ട് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട സമയമാണ്. കുട്ടികളെല്ലാം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഉപേക്ഷ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം കിട്ടാതെ പോകരുത്. അതുകൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കാനുള്ള ഈ സമയത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ട് ഒരു ഡിഗ്രി ലെവൽ സ്ക്വാഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബാച്ച് നമ്മൾ തുടങ്ങാൻ പോകുന്നത് 18-ാം തീയതിയാണ്. ഈ മാസം 18-ാം തീയതിയാണ്. അതായത് 18 കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത്. പകരം എന്ത് ചെയ്യുക, അതിന് മുൻപേ പഠിച്ചു തുടങ്ങാം. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഒരു 10 ദിവസം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മക്കളെ. 18-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നവംബർ മാസം 18-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം, ടെലഗ്രാം ചാനലിലൂടെ നമ്മൾ വരുന്ന അതേ നിലവാരത്തിലുള്ള അടിപൊളി നോട്ടുകളാണ് നമ്മുടെ ബാച്ചുകളിൽ പോകുന്നത്. അതേപോലെ തന്നെ ക്ലാസ്സുകളാണെങ്കിലും ഏറ്റവും മികച്ച ക്ലാസ്സസ് നമ്മൾ തരുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും മികച്ച നോട്ടുകൾ നമ്മൾ തരുന്നുണ്ട്. ഏറ്റവും മികച്ച എക്സാമുകൾ, അത് ഡെയിലി ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്, അതുകൂടാതെ വീക്ക്ലി എക്സാമുകൾ ഉണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മക്കളെ ഇവിടുത്തെ മെന്റർഷിപ്പ് എന്ന് പറയുക. അതായത് ഓരോ ആഴ്ചയിലും 2-3 ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കും ഈ പറയുന്ന മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, നിങ്ങളുടെ പരാതികൾ കേൾക്കാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അതിനെല്ലാം ഇവിടെ ഒരു മെന്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മളും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കേൾക്കാനായിട്ട് വരും. ഇത് കൂടാതെ എല്ലാ മൺഡേയിലും വൈകുന്നേരം 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ, എല്ലാ മൺഡേസിലും തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാനോ അമൽ സാറോ ഒക്കെ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷനുമായിട്ടുണ്ടാകും. നിങ്ങളുടെ പഠനത്തിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിച്ചാലും ഞങ്ങൾ അതിന് അനുവദിക്കില്ല. അപ്പം വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, SPCID, സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എത്രയും വേഗം പഠിച്ചു തുടങ്ങിക്കോടാം. അതിനുള്ള കിടിലൻ സ്ട്രാറ്റജിയുമായിട്ട് സൂപ്പർ നോട്ട്സ് സ്ക്വാഡ് ബാച്ചിലൂടെ വെയിറ്റിംഗ് ആണ്. ഈ ബാച്ചിലേക്ക് വെറും 250 സ്റ്റുഡൻസിനെ മാത്രമേ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ നമ്മൾ ആ ഒരു നിലവാരം പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. 250 സ്റ്റുഡൻസിനെ മാത്രമാണ് ഈ ബാച്ചിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കിക്കോടാം. ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, ഈ സമയത്ത് തന്നെ അഡ്മിഷൻ എടുത്തോ. നേരെ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോടാം. സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ സ്ക്വാഡ് ബാച്ച് എന്ന് കാണാൻ പറ്റും. അവിടെ കയറുക. ഇപ്പോഴേ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ഡിസ്കൗണ്ടിന്റെ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. ആ കൂപ്പൺ കോഡ് വെച്ചുകൊണ്ട് സ്ക്വാഡ് 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് വെച്ചുകൊണ്ട് നേരെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കൂടി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇത് പ്രീ ബുക്കിംഗ് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു അവസരം ഉണ്ടാവുക. അതായത് ഇപ്പൊ പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീ ബുക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി, ഓൾറെഡി ഒരു ഡിസ്കൗണ്ട് ഉണ്ട്, അത് കൂടാതെ 10% എക്സ്ട്രാ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. 5999 രൂപയുടെ ബാച്ചാണ്. അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 4999 രൂപയ്ക്കാണ് കൊടുക്കുക. ഇപ്പൊ 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടിയുണ്ട്. അപ്പൊ അതുകൂടെ കഴിയുമ്പോൾ ഏതാണ്ട് 4499 രൂപ മാത്രമാണ് ഈ ഒരു ബാച്ചിന് ഫീസ് വരിക. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ അവസരം മുതലാക്കിക്കോ. എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. അല്ല എങ്കിൽ ഈ കാണുന്ന നമ്പർ 8281223366 എന്ന നമ്പറിലോട്ട് വിളിച്ചോ. കൃത്യമായിട്ട് ഡെമോ ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഒരു അടിപൊളി കിക്കിഡിലൻ ബാച്ച് ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ഉപകാരപ്പെടാൻ പോകുന്ന, റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പോകുന്ന അടിപൊളി ബാച്ച് ആയിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയാണ്. ഇനി കളയാൻ സമയമില്ല. അടിപൊളിയായിട്ട് പഠിച്ചോടോ. സൂപ്പർ നോട്ട്സ് കൂടെയുണ്ട്. അപ്പോൾ ബാച്ച് കയറിയല്ലേ, പെട്ടെന്ന് കോൾ ചെയ്തോടാം.